3 വർഷം കാലാവധി പൂർത്തിയാക്കിയാലും പിൻഗാമിയെ നാമനിർദ്ദേശം ചെയ്യും വരെ സംസ്ഥാന വന്യജീവി ബോർഡിലെ അംഗങ്ങൾക്ക് ഇനി തുടരാം. ഇതിനായി 1978 കേരള വന്യജീവി ചട്ടത്തിൽ ഭേദഗതി വരുത്തി. അനൌദ്യോഗിക അംഗങ്ങൾക്ക് ഭേദഗതി ബാധകമല്ല. കോഴിക്കോട് സ്വദേശി പി എ ജയേന്ദ്രൻ, കണ്ണൂർ സ്വദേശി സുഷമ പ്രഭു എന്നിവരെ ഉൾപ്പെടുത്തി ബോർഡ് പുനഃസംഘടിപ്പിച്ചു. മുഖ്യമന്ത്രി ചെയർപേഴ്സണും വനമന്ത്രി വൈസ് ചെയർപേഴ്സണും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മെമ്പർ സെക്രട്ടറിയുമായ ബോർഡിൽ 31 അംഗങ്ങളുണ്ട്. കഴിഞ്ഞ ബോർഡിൽ അംഗമായിരുന്ന പാലക്കാട് സ്വദേശി എം മുരുകേഷ് തിരുനാലിയെ പുതിയ ബോർഡിലും ഉൾപ്പെടുത്തി. മുരുകേഷിനെ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗമായും അടുത്തിടെ സർക്കാർ നിയമിച്ചിരുന്നു. ഒരു വ്യക്തിക്ക് ഒരേ സമയം 2 ബോർഡുകളിൽ അംഗമായി പ്രവർത്തിക്കാൻ കഴിയുമോ എന്ന ചോദ്യം ബാക്കിയാണ്. നിലവിലെ ബോർഡിന്റെ കാലാവധി ഈ വർഷം ഫെബ്രുവരി 3 അവസാനിച്ചിരുന്നു. വന്യജീവി ആക്രമണങ്ങൾ രൂക്ഷമായി തുടരുമ്പോഴും അതിനെതിരെ ഇടപെടലുകൾ നടത്തേണ്ട ബോർഡ് 10 മാസത്തിന് ശേഷം മാത്രമാണ് പുനഃസംഘടിപ്പിച്ചത്. കാലാവധി അവസാന ശേഷം ബോർഡ് ഓൺലൈനായി യോഗം ചേർന്ന് 21 കാറുകൾക്ക് പ്രവർത്തനാനുമതി നൽകിയിരുന്നു. ഈ തീരുമാനങ്ങളുടെ നിയമസാധുതയും സംശയത്തിലാണ്. ഇടുക്കി വിഷൻ, കുമളി.